ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. അതിൽ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡിൻ്റെ ജേണൽ എൻട്രീസ് ആണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കടക്കാം. അക്കൗണ്ടിങ് ഇൻ ദ ബുക്സ് ഓഫ് ദി ട്രാൻസ്ഫറി ഓർ പർച്ചേസിങ് കമ്പനി. അപ്പോൾ ട്രാൻസ്ഫറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിങ് കമ്പനിയാണ്. ഏത് കമ്പനിയാണോ ആ ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യുന്നത്, ആ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനി എന്ന് പറയാം. അപ്പോൾ ആ ഒരു പർച്ചേസിങ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ജേണൽ എൻട്രീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രണ്ട് മെത്തേഡ്സിലാണ് അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ്റെ ജേണൽ എൻട്രീസ് ഉണ്ടാവുക. രണ്ട് മെത്തേഡ്സിലാണ് നമുക്ക് ജേണൽ എൻട്രീസ്, ഈ ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പർച്ചേസ് മെത്തേഡാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിലെ ജേണൽ എൻട്രീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. Okay, pooling of interest method. This method is used in the case of amalgamation in the nature of mergerന്റെ കേസിലാണ് ഈ ഒരു പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ? ഈ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, അതുപോലെ തന്നെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ട് 1 വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, അപ്പം എന്താണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്നുള്ളത് സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമാൽഗമേഷൻ നടക്കുന്നത് 5 കണ്ടീഷൻസിൻ്റെ ബേസിലാണ് എന്നുണ്ടെങ്കിൽ അത്തരം അമാൽഗമേഷനെ നമ്മൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് ആ 5 കണ്ടീഷൻസ് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫറി കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആയിട്ട് മാറുമെന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ മിനിമം 90% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സും ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറണമെന്നുള്ളതാണ്. രണ്ടാമത്തത് അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയിലുണ്ടായിരുന്ന മിനിമം 90% ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ട്രാൻസ്ഫറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറണമെന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കേണ്ടത് ഇക്വിറ്റി ഷെയർസ് രൂപത്തിലാണ്. ഇനി ക്യാഷായിട്ട് കൊടുക്കേണ്ടത് ഏത് സമയത്ത് മാത്രമാണ്? ഫ്രാക്ഷണൽ ഷെയർസ് വരുന്ന കേസിൽ മാത്രമാണ് ഈ ഒരു ക്യാഷായിട്ട് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ഇക്വിറ്റി ഷെയർസ് രൂപത്തിലാണ്. ഫ്രാക്ഷൻ ഷെയർസിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ അത് ക്യാഷായിട്ട് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഫ്രാക്ഷൻ ഷെയർസിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്കും ഞാൻ ഒരു ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാം. ദെൻ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് അമാൽഗമേഷന് ശേഷം അത് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്, അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് ട്രാൻസ്ഫറി കമ്പനിയാണ്. ഒന്നുകൂടി പറയാം. നാലാമത്തെ പോയിൻ്റ് അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ട്രാൻസ്ഫറി കമ്പനി ആയിരിക്കുമെന്നുള്ളതാണ്. ആൻഡ് ഫിഫ്ത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ എന്ത് വാല്യൂ ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയിൽ ഉണ്ടായിരുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ബുക്ക് വാല്യൂ എന്താണോ ആ ബുക്ക് വാല്യൂവിനാണ് ട്രാൻസ്ഫറി കമ്പനിയിൽ ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂ എന്താണോ അതേ വാല്യൂവിനാണ് ട്രാൻസ്ഫറി കമ്പനിയിൽ ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇങ്ങനെ 5 കണ്ടീഷൻസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 5 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന അമാൽഗമേഷനെയാണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അമാൽഗമേഷൻ എന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, അതായത് ഈ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ഒരു അമാൽഗമേഷൻ നടക്കുന്നത് എങ്കിൽ നമ്മൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിൻ്റെ ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിൻ്റെ കേസിൽ, അല്ലെങ്കിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലാണ് ഈ ഒരു അമാൽഗമേഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എഴുതേണ്ട ജേർണൽ എൻട്രീസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. അതിൽ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ, അതായത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന കേസിൽ, അതായത് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല, അതിനെ നമ്മൾ ഡ്യൂ ആവുമെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സമയത്തുള്ള ജേർണൽ എൻട്രിയാണ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ വിത്ത് ദ എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അപ്പം ബിസിനസ് പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷിനാണെന്നുണ്ടെങ്കിൽ, ഈ ക്രെഡിറ്റിനാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ആരുടെ നിന്നാണ് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്നത്, സോ അവരുടെ പേര് നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ എ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടു എ ലിമിറ്റഡ് എന്ന് പറയാം അല്ലേ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എ ലിമിറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബിസിനസ്സാണ് പർച്ചേസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അല്ലേ, വെറും പർച്ചേസ് എന്ന് പറയുന്ന പകരം ബിസിനസ് പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും അത് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണോ ആ പർച്ചേസ് കൺസിഡറേഷൻ്റെ വാല്യൂവിനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബിസിനസ് പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏത് കമ്പനിയാണോ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുന്ന അവരാണ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. സോ അവരുടെ ലിക്വിഡേറ്ററെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പം ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമാൽഗമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമാൽഗമേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പനീനെ, ഈ ട്രാൻസ്ഫർ ചെയ്ത കമ്പനീനെ പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റ്സിനൊക്കെ നമ്മൾ സെയിൽ ചെയ്യണം. അതുപോലെ തന്നെ ആ സെയിൽ ചെയ്ത എമൗണ്ടിൽ നിന്ന് ലയബിലിറ്റീസിനെ കൊടുത്തു തീർക്കണം. അങ്ങനെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമ്മൾ ട്രാൻസ്ഫറർ കമ്പനീൻ്റെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമ്മൾ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണം. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടാവും അല്ലേ. അസറ്റ് എല്ലാം വിറ്റിട്ട് ലയബിലിറ്റീസിനൊക്കെ കൊടുത്തു തീർക്കുന്ന ഒരാളുണ്ടാവും അവിടെ. സോ അത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ കേസിൽ നമ്മൾ ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനീനെയാണ് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുക. അതായത് ആ ഒരു ട്രാൻസ്ഫർ കമ്പനി ലിക്വിഡേറ്റർക്കാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടത്, ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ അതാണ് ഒന്നാമത്തെ ജേർണൽ എൻട്രി, ദാറ്റ് ഈസ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ദെൻ രണ്ടാമത്തെ ജേർണൽ എൻട്രി നമ്മൾ എഴുതേണ്ടത് ഫോർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അപ്പോൾ അതിനുശേഷം ഈ ഒരു ട്രാൻസ്ഫറി കമ്പനിയിൽ നമ്മൾ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ഏറ്റെടുക്കുന്ന എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം ട്രാൻസ്ഫറർ കമ്പനിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ ഈ ഒരു ട്രാൻസ്ഫറി കമ്പനിയിൽ റെക്കോർഡ് ചെയ്യണം. സോ അതിൻ്റെ ജേർണൽ എൻട്രിയാണ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ഇൻഡിവിജ്വലി അറ്റ് ബുക്ക് വാല്യൂ ടു ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി അറ്റ് ബുക്ക് വാല്യൂ ടു റിസർവ് അക്കൗണ്ട് ടു ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് വിത്തിൻ ബ്രാക്കറ്റ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജേർണൽ എൻട്രി. അപ്പോൾ നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും കൊണ്ടുവരുന്ന സമയത്ത് അസറ്റിന് നമ്മൾ ഇൻഡിവിജ്വലി ഡെബിറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, അപ്പോൾ ഏതൊക്കെ അസറ്റ്സ് ഉണ്ടോ അതിനൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ബുക്ക് വാല്യൂ, അതായത് ബാലൻസ് ഷീറ്റിൽ ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതേ വാല്യൂവിന് നമ്മൾ ഓരോ അസറ്റിനെയും നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലയബിലിറ്റീസിനെ ഇൻഡിവിജ്വലി നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം. അതും ബുക്ക് വാല്യൂവിനാണ് നമ്മൾ ലയബിലിറ്റീസിനെ ഇൻഡിവിജ്വലായിട്ട് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട മറ്റൊരു ഐറ്റമാണ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ജേർണൽ എൻട്രിയിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അതേ എമൗണ്ടിൽ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇനി അവിടെ ഒരു പോയിന്റും കൂടി ഉണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ബാലൻസിങ് ഫിഗറാണ്. അതായത് നമ്മൾ ഡെബിറ്റും എഴുതി ക്രെഡിറ്റ് എഴുതി അല്ലേ, ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ ഡിഫറൻസ് വരുന്ന സമയത്ത് അല്ലേ, ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എഴുതിയതിന് ശേഷം അവിടെ ബാലൻസ് വരുന്ന എമൗണ്ടാണ്, ആ ബാലൻസിങ് ഫിഗറാണ് നമ്മൾ റിസർവായിട്ട് നമ്മളവിടെ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഈ മേലെ പറഞ്ഞ 1, 2 ജേണൽ എൻട്രീസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ എൻട്രി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ കാണാൻ പറ്റും, ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദ 2 എൻട്രീസ് ഗിവൺ എബവ്, 1 കമ്പൈൻഡ് എൻട്രി ക്യാൻ ബി പാസ്ഡ് ആസ് ഫോളോസ്. അപ്പം മേലെ പറഞ്ഞ 2 എൻട്രീസ് നമുക്കൊരു കമ്പൈൻഡ് എൻട്രി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് നോക്കാം. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് ടു റിസർവ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ബാലൻസിങ് ഫിഗർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അപ്പോൾ ഇതാണ് ഈ 2 എൻട്രീസ് നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മാറ്റം വന്നു ചോദിച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ എൻട്രിയിൽ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ഡെബിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ എൻട്രിയിൽ ക്രെഡിറ്റും ഉണ്ട് അല്ലേ. ബിസിനസ് പർച്ചേസ് ഒരേ എമൗണ്ട് തന്നെ ഡെബിറ്റും ഉണ്ട്, അതേ എമൗണ്ട് തന്നെ ക്രെഡിറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, അതിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എൻട്രിയാണ് ഈ ഒരു കമ്പൈൻഡ് എൻട്രി എന്ന് പറയുന്നത് അല്ലേ. ബിസിനസ് പർച്ചേസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഡെബിറ്റിൽ അസറ്റ്സ് അക്കൗണ്ട് മാത്രമുണ്ട്, ദെൻ ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റീസ് ഉണ്ട്, റിസർവ് ഉണ്ട്, ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ഉണ്ട്. സോ 1ഉം 2ഉം ജേണൽ എൻട്രീസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1, 2 ജേണൽ എൻട്രി സെപ്പറേറ്റ് ചെയ്തതിന് പകരം ഈ ഒരു എൻട്രി എഴുതിയാൽ മതി എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി നമുക്ക് നോക്കാം. ദർ ഇസ് 3rd ജേണൽ എൻട്രി ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഇനി നമ്മൾ ട്രാൻസ്ഫറർ കമ്പനിക്ക് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുമ്പോഴുള്ള എൻട്രിയാണ്. ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് വിത്തിൻ ബ്രാക്കറ്റ് ടു ഡീൽ വിത്ത് ഫ്രാക്ഷൻസ് ആൻഡ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം മേലെ നമ്മൾ ഒന്നാമത്തെ നമ്മളൊരു മേലെ എഴുതിയ ജേണൽ എൻട്രിയിൽ ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറഞ്ഞു അല്ലേ, അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടാണ്. സോ അതേ ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനീനെ നമ്മൾ അതേ എമൗണ്ടിൽ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അവർക്ക് എന്തൊക്കെയായിട്ട് കൊടുക്കുന്നത്, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അവർക്ക് ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ടു ക്യാഷ് ഓർ ബാങ്കും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്, ക്യാഷ് കൊടുക്കാറുണ്ട്. ഏത് കേസിൽ മാത്രമാണ്, ഫ്രാക്ഷൻ ഷെയർസ് വരുന്ന കേസിൽ മാത്രമേ നമ്മളവിടെ ക്യാഷ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലാണ് ഇത് നമ്മൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പം അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഫുള്ളായിട്ട് ഇക്വിറ്റി ഷെയർസിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ക്യാഷ് കൊടുക്കേണ്ടത് ഫ്രാക്ഷൻ ഷെയർസ് ഉണ്ടാകുന്ന കേസിൽ മാത്രമാണ്, അല്ലാത്ത കേസിലൊക്കെ നമ്മൾ ഇക്വിറ്റി ഷെയർസ് മാത്രമായിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ജേണൽ എൻട്രി ഇങ്ങനെ വന്നത്, ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റലാണ് കൊടുക്കേണ്ടത്. ഇനി ഫ്രാക്ഷൻ ഷെയർസ് ഉണ്ടാകുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനോ ഇഷ്യൂ ചെയ്യാം അല്ലേ. ഇക്വിറ്റി ഷെയർ നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാം. ഇനി പ്രീമിയത്തിനാണ് നമ്മൾ ഈ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു പ്രീമിയം എമൗണ്ട് എത്രയാണോ, ഇപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 12 രൂപക്ക് വെക്കുന്നു അല്ലേ. നോമിനൽ വാല്യൂനേക്കാളും കൂടുതലുള്ള ഒരു വാല്യൂവിന് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുക. അപ്പോൾ 10 രൂപ ഉള്ളത് നമ്മൾ 12 രൂപക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2 രൂപ എന്ന് പറയുന്നത് പ്രീമിയമാണ്. അപ്പോൾ ആ ഒരു പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോമിനൽ വാല്യൂവിനേക്കാളും കുറഞ്ഞൊരു എമൗണ്ടിനാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 10 രൂപേൻ്റെ ഷെയർ നമ്മൾ 8 രൂപക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ 2 രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ എത്രയാണോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലി ഇത്രയേ ഉള്ളൂ. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഷെയർസ് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ എൻട്രി ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത എൻട്രിയിലേക്ക് പോകാം. 4ാമത്തെ എൻട്രി, 4th എൻട്രി എന്ന് പറയുന്നത് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ഇനി നമ്മൾ ട്രാൻസ്ഫറർ കമ്പനിക്ക് വന്നിട്ടുള്ള ലിക്വിഡേഷൻ എക്സ്പെൻസസ് നമ്മളാണ് കൊടുക്കുന്നതെങ്കിൽ, അത് ട്രാൻസ്ഫറി കമ്പനിയാണ് ട്രാൻസ്ഫറർ കമ്പനിക്ക് വന്നിട്ടുള്ള ലിക്വിഡേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മൾ ആ ലിക്വിഡേഷൻ എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടത് കമ്പനീൻ്റെ ജനറൽ റിസർവിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇനി ജനറൽ റിസർവ് കമ്പനിക്ക് ഇല്ല എങ്കിൽ, ട്രാൻസ്ഫറി കമ്പനിയിൽ ജനറൽ റിസർവ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് താഴെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദർ ഈസ് നോ ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ഓക്കെ, അപ്പം ലിക്വിഡേഷൻ എക്സ്പെൻസ് കൊടുക്കേണ്ടത് ജനറൽ റിസർവിൽ നിന്നാണ്. ഇനി ട്രാൻസ്ഫറി കമ്പനിക്ക് ജനറൽ റിസർവ് അവൈലബിൾ അല്ലെങ്കിൽ അത്തരം കേസിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഈ ഒരു ലിക്വിഡേഷൻ എക്സ്പെൻസ് കൊടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, ദെൻ 5th എൻട്രി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫോർമേഷൻ എക്സ്പെൻസസ്. കമ്പനീൻ്റെ ഫോർമേഷൻ എക്സ്പെൻസസിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രിയാണ് അടുത്തത്. ദർ ഈസ് പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിൽ ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറി കമ്പനിയിൽ നമ്മൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരം ഈ പറഞ്ഞ 5 ജേണൽ എൻട്രീസാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രീസ് വളരെ ക്ലിയറായി മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.